ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2022-ലാണ്. ഫെബ്രുവരി മാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് വിധി വന്നത്. BJPക്ക് തുടർഭരണം കിട്ടി. താരതമ്യേന സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞെങ്കിൽ പോലും മായാവതിയുടെ രാഷ്ട്രീയ നീക്കം BJPക്ക് അനുകൂലമാക്കി. പരമാവധി ചതിയിലൂടെ മായാവതി എല്ലാ തരത്തിലും അവർക്ക് BJPയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. അത് നടത്തുകയും ചെയ്തു. മായാവതി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിക്കാത്തതിൻ്റെ തന്നെ കാരണം എന്ന് പറയുന്നത് BJPയെ സഹായിക്കലായിരുന്നു അവരുടെ ജോലി. പക്ഷേ ഇത്തവണ അവർക്ക് സഹായം ഒരു രീതിയിലും BJPക്ക് നൽകാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ വോട്ട് ബാങ്ക് എത്രത്തോളമാണ് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 10% പോലും തികച്ച UPയുടെ മണ്ണിൽ നേടിയെടുക്കാൻ കഴിയാത്തവർ. അതുമാത്രമല്ല, കോൺഗ്രസിനും താഴെയാണ് വോട്ട് ഷെയർ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായപ്പോൾ മായാവതിയെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയത്തിൽ മുന്നേറ്റമൊന്നുമില്ല. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 37 ലോക്സഭാ സീറ്റുകൾ ജയിച്ചത് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. ഇന്ത്യ മുന്നണി 43 സീറ്റുകളും 1 സീറ്റ് ആസാദ് പാർട്ടി നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് നേടിയെടുത്തിരിക്കുന്നു. സഖ്യം രൂപീകരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. BJPക്കുള്ളിൽ ഒരു പ്രശ്നം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. കേശവ് പ്രസാദ് മൗര്യയും ബ്രിജേഷ് പഥക്കും ഒരു കാരണവശാലും യോഗിയെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കരുത് എന്ന് പാർട്ടിയോട് കൃത്യമായി കർക്കശമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ RSS എടുക്കുന്ന നിലപാട് എന്തു തന്നെയായിരുന്നാലും ആ കാര്യത്തിൽ തങ്ങൾ ഒരു രീതിയിലും അണുവിട മുന്നോട്ട് വെച്ച തീരുമാനത്തെ പിൻവലിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഉന്നത സമിതി യോഗങ്ങളും അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗങ്ങളുമൊക്കെ യോഗി വിളിച്ചു ചേർക്കുന്നതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ പരമാവധി എതിർപ്പ് അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും. ഇത് ഒരു വലിയ സൂചനയാണ്. മന്ത്രിസഭ എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാം. BJPക്ക് അധികാര നഷ്ടമുണ്ടായാൽ സ്വാഭാവികമായും അവിടെ നിയമസഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ സ്വാഭാവികമായി വന്നാൽ തീർച്ചയായും അപ്രതീക്ഷിതമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് UPയിൽ വരും. അതിന് കാത്തിരിക്കുകയാണ് അഖിലേഷ് യാദവ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി അവരുടെ നാട്ടിൽ തന്നെ സ്വീകരണമൊരുക്കി. അഖിലേഷ് യാദവിനും സമാജ്വാദി പാർട്ടിക്കും വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. ഇതിൽ തന്നെ വ്യക്തതയുണ്ട്. എല്ലാ കണ്ണുകളും ഉത്തർപ്രദേശിലോട്ട് തന്നെയാണ്. കാത്തിരിക്കുകയാണ്. BJP എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് തീരുമാനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതും ഒട്ടും വൈകിപ്പിക്കാതെ ത്വരിതപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമാന്തരമായി BJPയുടെ മന്ത്രിസഭയ്ക്ക് സമാന്തരമായി സമാജ്വാദി പാർട്ടി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. മാത്രമല്ല, 37 MPമാർക്കും കൃത്യമായ ചുമതല കൂടി അഖിലേഷ് കൊടുത്തിരിക്കുന്നു. ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി പ്ലാൻ ചെയ്യുക, അതാത് സ്ഥലങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുക, ഉത്തർപ്രദേശിനെ തിരികെ പിടിക്കേണ്ടത്, വർഗീയ ശക്തികളിൽ നിന്ന് തിരികെ പിടിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും പറയുക എന്നുള്ളതാണ്. ഒപ്പം സഖ്യകക്ഷിയായ കോൺഗ്രസിനെ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം കൂടി പറയുമ്പോൾ അത് തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പ്രഹരമായി മാറുന്നു.